പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ ലെവൽ 4 ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് 5ാമത്തെ യൂണിറ്റായ ഓട്ടോ ഇലക്ട്രിക്കലിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ചാർജിംഗ് സിസ്റ്റം, സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം, കൺട്രോൾസ് എന്നിവയെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഓട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റം. The vehicle electrical system includes the battery, charging system, starting system, ignition system, lighting and auxiliary system and controls in an automobile. ഒരു വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം, ബാറ്ററി, ചാർജിംഗ് സിസ്റ്റം, സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം, ഓക്സിലറി സിസ്റ്റം, കൺട്രോൾസ് എന്നിവ ചേർന്നതാണ്. The battery, alternator, starting motor, fuse, bulb are the main parts of any vehicle's electrical system. Battery, alternator, starting motor, fuse, bulb എന്നിവയാണ് ഒരു വെഹിക്കിൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. The battery, alternator, starting motor work together to start a car and keep it running. ബാറ്ററി, ഓൾട്ടർനേറ്റർ, സ്റ്റാർട്ടിംഗ് മോട്ടോർ എന്നിവ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വാഹനം സ്റ്റാർട്ടാകുകയും ചലിക്കുകയും ചെയ്യുകയുള്ളൂ. The starter and the alternator specifically draw power from the battery to start the engine. സ്റ്റാർട്ടറും ഓൾട്ടർനേറ്ററും ബാറ്ററിയിൽ നിന്ന് പവർ സ്വീകരിച്ചാണ് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. If even one part of the electrical system is not working properly, the entire vehicle may be unable to start. മുൻപറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗം പ്രവർത്തിക്കാതിരുന്നാൽ വാഹനത്തെ സ്റ്റാർട്ടാക്കാനോ ചലിപ്പിക്കാനോ സാധിക്കുകയില്ല. ഇലക്ട്രിക്കൽ സിംബൽസ്. An electrical symbol is a pictogram used to represent various electrical and electronic devices or functions such as wires, batteries, resistors and transistors in an electrical or electronic circuit. ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പല വിധത്തിലുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളെയോ അവയുടെ പ്രവർത്തനത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങളെയാണ് ഇലക്ട്രിക്കൽ സിംബൽസ് എന്ന് വിളിക്കുന്നത്. These symbols are largely standardized internationally today but may vary from country to country or engineering discipline. ഈ സിംബലുകൾ ലോകത്തെമ്പാടും ഏകദേശം സ്റ്റാൻഡേർഡൈസ് ആണ്, പക്ഷേ ചില രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖലകളിലും അവ മാറാം. ഇലക്ട്രിക്കൽ സിംബൽസ് ആർ യൂസ്ഡ് ടു സിംപ്ലിഫൈ ദ ഡ്രാഫ്റ്റിംഗ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇലക്ട്രിക്കൽ ഡ്രോയിങ്. ഇലക്ട്രിക്കൽ ഡ്രോയിങ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനും സർക്യൂട്ട് സിംബൽസ് സഹായിക്കുന്നു. ഇലക്ട്രിക്കൽ സിംബൽസ് ആർ റിക്വയർഡ് ടു ഡു ദി ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആൻഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സിംബൽസ് വി വോണ്ട് ബി ഏബിൾ ടു ഡു ദി ഇലക്ട്രിക്കൽ ഡ്രോയിങ്. ഇലക്ട്രിക്കൽ സിംബൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആർ റെപ്രസെന്റഡ് ബൈ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്. എല്ലാ ഇലക്ട്രിക് സർക്യൂട്ടുകളും ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. സിംബൽസ് ആൻഡ് നമ്പേഴ്സ് കോമ്പിനേഷൻസ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് ദി ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. സിംബൽസും അതോടൊപ്പം തന്നെ നമ്പർ കോമ്പിനേഷൻസും ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സിംബൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓരോ സിംബൽസിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്, അത് നോക്കി വ്യക്തമായി മനസ്സിലാക്കുക. സർക്യൂട്ട് ഡയഗ്രാംസ്. ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് കൺവെൻഷണൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ രേഖാചിത്രമാണ് സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ഫോർ ദി ഡിസൈൻ and maintenance of electrical and electronic equipments. ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഡിസൈനു വേണ്ടിയും മെയിൻ്റനൻസിന് വേണ്ടിയും
സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിക്കുന്നു. എ സർക്യൂട്ട് ഡയഗ്രാം ഓൾസോ നോൺ ആസ് ആൻ ഇലക്ട്രിക്കൽ ഡയഗ്രാം ഓർ എലിമെന്ററി ഡയഗ്രാം ഓർ ഇലക്ട്രോണിക് സ്കീമാറ്റിക്. സർക്യൂട്ട് ഡയഗ്രത്തെ ഇലക്ട്രിക്കൽ ഡയഗ്രാം അഥവാ എലിമെന്ററി ഡയഗ്രാം അഥവാ ഇലക്ട്രോണിക് സ്കീമാറ്റിക് എന്നും അറിയപ്പെടുന്നു. അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത് മൾട്ടിമീറ്ററിനെ കുറിച്ചാണ്. മൾട്ടിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അത് എത്രയായി തരംതിരിച്ചിരിക്കുന്നുവെന്നും നമുക്ക് നോക്കാം. ചിത്രത്തിൽ മൾട്ടിമീറ്റർ കാണിച്ചിരിക്കുന്നു. ഇത് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. A multimeter is an electronic measuring instrument that combines several measurement functions in one unit. ഒരു യൂണിറ്റിൽ തന്നെ വളരെയധികം മെഷറിംഗ് ഫങ്ഷൻസ് ചെയ്യുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ. A typical multimeter can measure voltage, current and resistance. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും അളക്കാൻ സാധിക്കുന്നു. There are different types of multimeters like analog, digital and flow multimeter. പ്രധാനമായും ഉപയോഗിക്കുന്ന മൾട്ടിമീറ്ററുകൾ അനലോഗ്, ഡിജിറ്റൽ, ഫ്ലോ മൾട്ടിമീറ്റർ എന്നിവയാണ്. Analog multimeters use a microammeter with a moving pointer to display readings. അനലോഗ് മൾട്ടിമീറ്ററിൽ ഒരു മൈക്രോ അമീറ്ററും ഒരു മൂവിംഗ് പോയിന്ററും ഉപയോഗിച്ചാണ് റീഡിംഗ് കാണിക്കുന്നത്. Digital multimeters have a numerical display and may also show a graphical bar representing the measured value. Mostly used multimeter is a digital multimeter. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഒരു ന്യൂമറിക്കൽ ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്. മെഷറിംഗ് വാല്യൂവിനെ ഒരു ഗ്രാഫിക്കൽ ബാറിന്റെ രൂപത്തിലും കാണിക്കുന്നു. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. The flow multimeters are protected against the transient voltage. It is a small portable device used to measure voltage, current and test diodes. ട്രാൻസിയന്റ് വോൾട്ടേജിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൾട്ടിമീറ്ററുകളാണ് ഫ്ലൂ മൾട്ടിമീറ്റർ. വോൾട്ടേജും കറണ്ടും അളക്കാനും അതോടൊപ്പം തന്നെ ഡയോഡ് ടെസ്റ്റ് ചെയ്യാനും ഇവ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ് ഹാവ് റെൻഡേർഡ് അനലോഗ് മൾട്ടിമീറ്റേഴ്സ് ഒബ്സലീറ്റ് ബിക്കോസ് they are now lower cost, higher precision and more physically robust. കുറഞ്ഞ വിലയും ഉയർന്ന ആക്യുറസിയും പ്രവർത്തന സുരക്ഷിതത്വവും ഉള്ളത് കാരണം അനലോഗ് മൾട്ടിമീറ്ററിനേക്കാൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അനലോഗ് മൾട്ടിമീറ്റർ ആണ്. ഇതിലൊരു മൈക്രോ അമീറ്റർ ഉണ്ട്, ഒരു നീഡിൽ കാണിച്ചിട്ടുണ്ട്. മെഷർമെന്റ് എടുക്കുമ്പോൾ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുകയും ആ വാല്യൂ നമുക്ക് നേരിട്ടെടുക്കാൻ സാധിക്കും. കൂടുതലായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലൂക്ക് മൾട്ടിമീറ്റർ ആണ്. ഡയോഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇത്തരം മൾട്ടിമീറ്ററുകൾ ആണ്. യൂസസ് ഓഫ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? പ്രധാനമായും മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കറണ്ട് എന്നിവ അളക്കാനാണ്. അതോടൊപ്പം തന്നെ അവ താഴെ പറയുന്ന കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ടെസ്റ്റ് ബാറ്ററീസ്, ഡിറ്റർമൈൻ ഇഫ് എ പവർ കേബിൾ ഈസ് ബ്രോക്കൺ, ടെസ്റ്റ് എ സ്വിച്ച്, ടെസ്റ്റ് ആൻ ഔട്ട്ലെറ്റ്, ടെസ്റ്റ് ഓൾ ഇൻകാൻഡസെന്റ് ലൈറ്റ്. ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പവർ കേബിളുകളിൽ എന്തെങ്കിലും ബ്രോക്കൺ, എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. സ്വിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഹൗസ് ഔട്ട്ലെറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. ഇൻകാൻഡസെന്റ് ലൈറ്റ്
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടിമീറ്ററുകൾ സാധാരണയായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉപയോഗവും അറിയാം. എന്താണ് ഓസിലോസ്കോപ്പ്? ഓസിലോസ്കോപ്പ് സാധാരണയായി വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. സെൻസറുകളൊക്കെ പ്രവർത്തിക്കുന്നത് നോക്കുന്നതിനും അതോടൊപ്പം തന്നെ എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റവും ബ്രേക്ക് സിസ്റ്റവും ഒക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും വർക്ക്ഷോപ്പുകളിൽ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ ഓസിലോസ്കോപ്പ് കാണിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ ഉപയോഗമെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. The automotive oscilloscope, which appeared in the 1970s for the first ignition system analysis in the automotive industry, has become an important workshop tool for test sensors and electronic output signals. 1970-ൽ ഇഗ്നിഷൻ സിസ്റ്റം അനാലിസിസിന് വേണ്ടിയാണ് ഓട്ടോമൊബൈൽ വ്യവസായ മേഖലയിൽ ആദ്യമായി ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചു തുടങ്ങിയത്. സെൻസറുകളും ഇലക്ട്രോണിക് ഔട്ട്പുട്ട് സിഗ്നലുകളും ടെസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂളായി വർക്ക്ഷോപ്പുകളിൽ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നു. ഓട്ടോമോട്ടീവ് ഓസിലോസ്കോപ്പ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റംസ്, ബ്രേക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം. എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലും ബ്രേക്ക് ബാലൻസ് സിസ്റ്റത്തിലും ഓട്ടോമോട്ടീവ് ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നു. The most advanced and complex altimeter of today is oscilloscopes. The oscilloscope is basically a graph display device which draws a graph of an electrical signal. ഓസിലോസ്കോപ്പ് ഒരു വോൾട്ട്മീറ്റർ ആണ്. ഏറ്റവും വിപുലമായതും ഒപ്പം സങ്കീർണവുമായ വോൾട്ട്മീറ്റർ ആണിത്. ഇതൊരു ഗ്രാഫ് ഡിസ്പ്ലേ ഡിവൈസ് ആണ്. ലഭിക്കുന്ന ഇലക്ട്രിക് സിഗ്നൽ അനുസരിച്ചുള്ള ഗ്രാഫ് ഇവ നൽകുന്നു. They are popularly known as engine analyzers. ഇവയെ എൻജിൻ അനലൈസറുകൾ എന്നും അറിയപ്പെടുന്നു. Automotive oscilloscope is an essential tool for troubleshooting sensors, solenoids, primary and secondary ignitions, actuators, and perform other checks when a vehicle breaks down. ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ സെൻസറുകളും സോളിനോയിഡും പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇഗ്നിഷൻസും ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള എസൻഷ്യൽ ടൂളായി ഓട്ടോമോട്ടീവ് ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നു. Oscilloscopes can be classified as analog and digital types. Commonly used is digital oscilloscope. പ്രധാനമായും ഓസിലോസ്കോപ്പിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഡിജിറ്റൽ എന്നും അനലോഗ് എന്നും. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആണ്. ബാറ്ററി. A battery is a device that converts stored chemical energy into electrical energy. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാറ്ററി. ദ ബാറ്ററി ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ സിസ്റ്റം ഇൻ ആൻ ഓട്ടോമൊബൈൽ. വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബാറ്ററി. വിത്തൗട്ട് ദ ബാറ്ററി ദ ഓട്ടോമൊബൈൽ എൻജിൻ കനോട്ട് ബി സ്റ്റാർട്ടഡ് വിത്ത് ദി സ്റ്റാർട്ടിംഗ് മോട്ടോർ. ബാറ്ററി ഇല്ലെങ്കിൽ വാഹനത്തെ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. The main purpose of battery are to store electrical energy and to provide a supply of current for cranking the starting motor and for other electrical units. Electrical energy ശേഖരിച്ചു വയ്ക്കുന്നതിനും സ്റ്റാർട്ടിംഗ് മോട്ടോർ ക്രാങ്ക് ചെയ്യുന്നതിനും അതോടൊപ്പം മറ്റ് ഇലക്ട്രിക്കൽ യൂണിറ്റിനും ആവശ്യമുള്ളപ്പോൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ബാറ്ററിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ്. സാധാരണയായി ഉപയോഗിക്കുന്ന ബാറ്ററികൾ ഏതൊക്കെയാണ്? ലെഡ് ആസിഡ് ബാറ്ററി, ആൽക്കലൈൻ ബാറ്ററി, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി, സിങ്ക് എയർ ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി.
Commonly used battery in an automobile is lead acid battery. ഈ ബാറ്ററികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. എങ്ങനെയാണ് ലെഡ് ആസിഡ് ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാകും. 2 ഇലക്ട്രോഡ് ഉണ്ട്. ഒന്ന് ലെഡും മറ്റൊന്ന് ലെഡ് ഡയോക്സൈഡും. ഈ 2 ഇലക്ട്രോഡും ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് നിറച്ച ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു. 2 ഇലക്ട്രോഡും ഒരു ലോഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. The battery which uses sponge lead and lead peroxide for the conversion of the chemical energy into electrical power is called a lead acid battery. സ്പോഞ്ച് ലെഡും ലെഡ് പെറോക്സൈഡും ഉപയോഗിച്ച് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററി. We name this battery such because it uses lead metal for its electrode. Also it uses dilute sulfuric acid as its electrolyte. ബാറ്ററിക്ക് ഈ പേര് നൽകാൻ കാരണം ഇത് ലെഡ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. The conversion of electrical energy into chemical energy by applying external electrical source is known as charging of battery. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സോഴ്സിന്റെ സഹായത്താൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ബാറ്ററി ചാർജിംഗ്. The conversion of chemical energy into electrical energy for supplying the external load is called discharging of battery. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി പുറത്തുള്ള ലോഡിന് കൊടുക്കുന്ന പ്രക്രിയയാണ് ഡിസ്ചാർജിംഗ്. മേജർ കമ്പോണൻസ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടെയ്നർ, പ്ലേറ്റ്സ്, സെപ്പറേറ്റേഴ്സ്, സെൽ, ഇലക്ട്രോലൈറ്റ്. The container of the lead acid battery is made of glass, ebonite, the hard rubber of bituminous compound, ceramic materials or molded plastics. Lead acid batteryയുടെ container glass, ebonite, bituminous compound, ceramic materials or molded plastics ഇവയിൽ ഏതെങ്കിലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. They are single piece construction and very strong. കണ്ടെയ്നർ ഒരു സിംഗിൾ പീസ് കൺസ്ട്രക്ഷൻ ആണ്. അതിന് നല്ല ബലമുണ്ട്. There are partitions inside the container for different cells. അനേകം സെല്ലിനെ ഉൾക്കൊള്ളാനുള്ള പാർട്ടീഷൻസ് കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരിക്കും. There are 2 types of battery plates, positive plate, negative plates. ലെഡ് ആസിഡ് ബാറ്ററിയിൽ 2 ടൈപ്പ് പ്ലേറ്റ് ഉണ്ട്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്. For each plate there is a supporting grid made up of alloy of lead and antimony. The function of the grid is to hold the active material and to carry current in the plates. ഓരോ പ്ലേറ്റിലും ഒരു സപ്പോർട്ടിംഗ് ഗ്രിഡ് ഉണ്ടായിരിക്കും. ഇത് ലെഡിന്റെയും ആന്റിമണിയുടെയും സങ്കരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആക്റ്റീവ് മെറ്റീരിയലിനെ താങ്ങി നിർത്തുന്നതിനും പ്ലേറ്റുകളിലേക്ക് കറണ്ട് എത്തിക്കുന്നതിനും ഗ്രിഡ് സഹായിക്കുന്നു. The active material in the positive plate grid is the lead peroxide. The lead peroxide are dark chocolate in color. പോസിറ്റീവ് പ്ലേറ്റിലെ ആക്റ്റീവ് മെറ്റീരിയൽ ലെഡ് പെറോക്സൈഡ് ആണ്. ഇതിന് ഡാർക്ക് ചോക്ലേറ്റ് കളറാണ്. The active material in the negative plate grid is sponge lead. It is grey in color. നെഗറ്റീവ് പ്ലേറ്റിലെ ആക്റ്റീവ് മെറ്റീരിയൽ സ്പോഞ്ച് ലെഡ് ആണ്. ഇത് ഗ്രേ കളറാണ്. These plates are immersed in dilute sulfuric acid which is used as an electrolyte and contain 31% of sulfuric acid. ഈ 2 പ്ലേറ്റുകളും ഇലക്ട്രോലൈറ്റായ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ മുക്കി വെച്ചിരിക്കുന്നു. ഇതിൽ 31% സൾഫ്യൂരിക് ആസിഡും ബാക്കി വെള്ളവുമാണ്. ചിത്രത്തിൽ പ്ലേറ്റ് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുന്നു. Separators. The separators are thin sheets of non-conducting porous material made up of porous rubbers or glass fiber. റബ്ബർ അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ കൊണ്ട് നിർമ്മിതമായതും പോറസും നോൺ കണ്ടക്ടിംഗ് ആയ മെറ്റീരിയൽ ആണ് സെപ്പറേറ്റർ. They are placed between positive and negative to insulate them from each other and prevent short circuits. പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയിൽ
അവയെ തമ്മിൽ ഇൻസുലേറ്റ് ചെയ്യാനും ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനും സെപ്പറേറ്ററുകൾ സഹായിക്കുന്നു. സെൽ. One positive and one negative group of plates are slide over each other with separators in between to form cell. Each supplies a current of 2 volt. ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റിനും ഇടയ്ക്ക് സെപ്പറേറ്ററും ചേർന്നതാണ് സെൽ. ഓരോ സെല്ലും 2 വോൾട്ട് കറണ്ട് നൽകുന്നു. The size of the plates and their number per cell determines the capacity of the battery. പ്ലേറ്റിന്റെ സൈസും അതിന്റെ നമ്പറും ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റിയെ കാണിക്കുന്നത്. സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സാധാരണയായി സെൽസ് സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്. Dilute sulfuric acid is used as an electrolyte. It is a solution of water and sulfuric acid. Dilute sulfuric acid ആണ് ഇലക്ട്രോലൈറ്റ് ആയി ഉപയോഗിക്കുന്നത്. ഇതിൽ വെള്ളവും 31% സൾഫ്യൂരിക് ആസിഡും അടങ്ങിയിരിക്കുന്നു. Each molecule of sulfuric acid in its dilute form split into 2 positive monovalent hydrogen ions and 1 negative bivalent sulfate ion. ഓരോ സൾഫ്യൂരിക് ആസിഡും ഡൈലൂട്ട് ഫോമിൽ 2 പോസിറ്റീവ് മോണോവാലന്റ് ഹൈഡ്രജൻ അയോൺസ് ആയും ഒരു നെഗറ്റീവ് ബൈവാലന്റ് സൾഫേറ്റ് അയോണായി മാറുന്നു. The specific gravity of the dilute sulfuric acid ranges from 1.2 to 1.23. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.2 മുതൽ 1.23 വരെ ആണ്. ചിത്രത്തിൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഡിസ്ചാർജിംഗ് പ്രോസസ് കാണിച്ചിരിക്കുന്നു, മനസ്സിലാക്കുക. The lead acid storage battery is formed by dipping lead peroxide plate and sponge lead plate in dilute sulfuric acid. ഇലക്ട്രോലൈറ്റ് ആയ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ലെഡ് പെറോക്സൈഡ് പ്ലേറ്റും സ്പോഞ്ച് ലെഡ് പ്ലേറ്റും മുക്കി വെച്ചാണ് ലെഡ് ആസിഡ് ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. A load is connected externally between these plates. ഈ 2 പ്ലേറ്റിനും ഇടയിലായി ലോഡ് ഘടിപ്പിച്ചിരിക്കുന്നു. In dilute sulfuric acid, the molecules of the acid split into positive hydrogen ions and negative sulfate ions. Dilute sulfuric acid positive hydrogen ionsum negative sulfate ionsum ആയി വിഘടിക്കുന്നു. The hydrogen ions, when reach at PbO2 plate, they receive electrons from it and become hydrogen atom, which again attack PbO2 and form PbO and water. ഹൈഡ്രജൻ അയോൺ PbO2 പ്ലേറ്റിലെത്തുകയും ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഹൈഡ്രജൻ ആറ്റം ആവുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ ആറ്റം ലെഡ് പെറോക്സൈഡുമായി പ്രവർത്തിക്കുകയും ലെഡ് ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. ദിസ് PbO react with H2SO4 and forms PbSO4 and water. ലെഡ് ഓക്സൈഡ് H2SO4മായി പ്രവർത്തിക്കുകയും PbSO4ഉം വാട്ടറും ഉണ്ടാകുന്നു. സൾഫേറ്റ് അയോൺ മൂവ്സ് ടുവേഴ്സ് ദി കാഥോഡ് ആൻഡ് റീച്ചിങ് ദെയർ give up 2 electrons became a radical SO4. Attack the metallic lead cathode and form lead sulfate whitish in color. സൾഫേറ്റ് അയോൺ കാഥോഡിലെത്തുകയും 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് റാഡിക്കൽ SO4 ആവുകയും മെറ്റാലിക് ലെഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലെഡ് സൾഫേറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ലെഡ് സൾഫേറ്റ് വൈറ്റിഷ് കളർ ആണ്. H+ ions take electrons from PbO2 plate and SO4- ions give electrons to Pb plate. There would be an inequality of electrons between these 2 plates. H+ ions lead peroxide നിന്ന് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും സൾഫേറ്റ് അയോൺസ് ഇലക്ട്രോണുകളെ ലെഡ് പ്ലേറ്റിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് കാരണം ഇലക്ട്രോൺസിന്റെ ഇനീക്വാലിറ്റി ഉണ്ടാകുന്നു. Thus current flow through the external load between these plates for balancing this inequality of electrons. ഈ ഇനീക്വാലിറ്റി കാരണം പ്ലേറ്റുകൾക്കിടയിലുള്ള ലോഡിലൂടെ കറണ്ട് പ്രവഹിക്കുന്നു. ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഡിസ്ചാർജിംഗ് റിയാക്ഷൻസ് കാണിച്ചിരിക്കുന്നു. നെഗറ്റീവ് പ്ലേറ്റിലെ റിയാക്ഷനും പോസിറ്റീവ് പ്ലേറ്റിലെ റിയാക്ഷനും കമ്പൈൻഡ് റിയാക്ഷനും കാണിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കി പഠിക്കുക. ഡ്യൂറിംഗ് ഡിസ്ചാർജിംഗ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതായത് അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ്? ബോത്ത് പ്ലേറ്റ്സ് ആർ കവേർഡ് വിത്ത് PbSO4.
2 പ്ലേറ്റും PbSO4 ഉണ്ടാകുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ falls due to the formation of water during the reaction at PbO2 plate. PbO2 പ്ലേറ്റുമായുള്ള റിയാക്ഷൻ കാരണം സൾഫ്യൂരിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നു. The rate of reaction falls, which implies the potential difference between the plates decreases during discharging process. ഡിസ്ചാർജിംഗ് പ്രോസസ് നടക്കുമ്പോൾ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുന്നു. ചിത്രത്തിൽ ലെഡ് ആസിഡ് ബാറ്ററി ചാർജിംഗ് സമയത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. When we disconnect the load and connect PbSO4 covered with PbO2 plate with the positive terminal of an external DC source and PbO2 covered with PB plate with the negative terminal of that DC source. 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ലോഡ് നീക്കം ചെയ്തതിന് ശേഷം ഒരു DC സോഴ്സിന്റെ പോസിറ്റീവ് ടെർമിനൽ PbO2 പ്ലേറ്റുമായും നെഗറ്റീവ് ടെർമിനൽ PB പ്ലേറ്റുമായി ഘടിപ്പിക്കുന്നു. During discharging, the density of sulfuric acid falls, but there still sulfuric acid exists in the solution. ഡിസ്ചാർജിംഗ് സമയത്ത് സൾഫ്യൂരിക് ആസിഡിന്റെ അളവ് കുറയുന്നു, പക്ഷേ സൾഫ്യൂരിക് ആസിഡ് കുറച്ചെങ്കിലും കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരിക്കും. This sulfuric acid also remains as H+ and SO4- ions in the solution. ഈ സൾഫ്യൂരിക് ആസിഡ് H+ ions ആയും SO4- ions ആയും നിലനിൽക്കുന്നു. Hydrogen ions being positively charged move to the electrode connected with negative terminal of the DC source. Hydrogen ions പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുകയും DC സോഴ്സിന്റെ നെഗറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡിൽ എത്തുകയും ചെയ്യുന്നു. Here each H+ ions take electrons from that and becomes hydrogen atom. These hydrogen atoms then attack PbSO4 and form lead and sulfuric acid. അവിടെ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ഹൈഡ്രജൻ ആറ്റം ആകുകയും ചെയ്യുന്നു. ഇത് PbSO4മായി പ്രവർത്തിച്ച് ലെഡും സൾഫ്യൂരിക് ആസിഡും ഉണ്ടാകുന്നു. SO4- ions move towards the electrode connected with the positive terminal of the DC source where they will give up their extra electrons and become radical SO4. SO4 ions DC സോഴ്സിന്റെ ആനോഡുമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിൽ എത്തുകയും ഇലക്ട്രോണുകളെ ഉപേക്ഷിച്ചുകൊണ്ട് റാഡിക്കൽ SO4 ആയി മാറുകയും ചെയ്യുന്നു. This radical SO4 cannot exist alone, hence react with the PbSO4 of anode and forms lead peroxide and sulfuric acid. റാഡിക്കൽ SO4 PbSO4മായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ലെഡ് പെറോക്സൈഡും സൾഫ്യൂരിക് ആസിഡും ഉണ്ടാവുകയും ചെയ്യുന്നു. ചാർജിംഗ് റിയാക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് പ്ലേറ്റിലെ റിയാക്ഷൻസും പോസിറ്റീവ് പ്ലേറ്റിലെ റിയാക്ഷൻസും ഓവറോൾ സെൽ റിയാക്ഷൻസും കാണിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കുക. ഡ്യൂറിംഗ് ചാർജിംഗ്, ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? Hence, by charging the lead acid storage battery cell, lead sulfate of anode gets converted into lead peroxide. ചാർജിംഗ് ചെയ്യുമ്പോൾ ആനോഡിലെ ലെഡ് സൾഫേറ്റ് ലെഡ് പെറോക്സൈഡ് ആയി മാറുന്നു. ലെഡ് സൾഫേറ്റ് ഓഫ് കാഥോഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു പ്യുവർ ലെഡ്. കാഥോഡിലെ ലെഡ് സൾഫേറ്റ് പ്യുവർ ലെഡ് ആയി മാറുന്നു. ടെർമിനൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ ഇൻക്രീസസ്. സെല്ലിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻക്രീസസ്. സൾഫ്യൂരിക് ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടുന്നു. ഓവറോൾ സെൽ റിയാക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന റിയാക്ഷൻസ് നമുക്ക് ഈ ഒറ്റ ഇക്വേഷനിൽ മനസ്സിലാക്കാൻ സാധിക്കും. സെൽ ചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ്, നെഗറ്റീവ് പ്ലേറ്റ് ലെഡ്, ഇലക്ട്രോലൈറ്റ് H2SO4. അതിലുണ്ടാകുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് PbSO4ഉം വാട്ടറുമാണ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് വാട്ടറാണ്, നെഗറ്റീവ് പ്ലേറ്റിൽ PbSO4ഉം പോസിറ്റീവ് പ്ലേറ്റിൽ PbSO4ഉമാണ്. അതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് H2SO4ഉം ലെഡ് പെറോക്സൈഡുമാണ്. അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക.